Today we are dealing with the topic type of e-payment system. 1940s കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം അതിൻ്റെ റിസർച്ച് ഫസ്റ്റ് ട്രാക്ക് ചെയ്തത്. ദി ഫസ്റ്റ് ആപ്ലിക്കേഷൻ ക്രെഡിറ്റ് കാർഡ് appeared soon after. In the early 1970s, the emerging e-payment technology was called electronic fund transfer (EFT). EFT is a computer-based system that facilitates the transfer of money or the processing of financial transactions between two financial institutions the same day or night. കമ്പ്യൂട്ടർ സിസ്റ്റം ഫെസിലിറ്റി ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് സെയിം ഡേ ഓർ നൈറ്റിൽ രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ബിറ്റ്വീൻ ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പ്രോസസ്സ് നടത്തുക. അതിന് പറഞ്ഞ പേരാണ് EFT. EFT is defined as any transfer of funds initiated through an electronic terminal, telephonic instrument or computer or magnetic tap. ഈ EFT ഫണ്ട് ട്രാൻസ്ഫർ നടക്കുക എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ ഇലക്ട്രോണിക് ടെർമിനൽ, അതുപോലെ തന്നെ ടെലിഫോണിക് ഇൻസ്ട്രുമെൻറ്റ്, കമ്പ്യൂട്ടർ ഓർ മാഗ്നറ്റിക് ടാപ്പ്. As to order, instruct or authorize a financial institution to debit or credit an account. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, അതിൻ്റെ ഓർഡർ ഇൻസ്ട്രക്ഷൻസൊക്കെ ഓതറൈസ് ചെയ്യലും EFT ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ EFT തേർഡ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പേയ്മെൻറ്റ്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പേയ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് ഹോൾസെയിൽ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ റീറ്റെയിൽ പേയ്മെൻറ്റ്, ഹോം ബാങ്കിങ് ഒക്കെ. നെക്സ്റ്റ് കാറ്റഗറിയാണ് റീറ്റെയിൽ പേയ്മെൻറ്റ്. റീറ്റെയിൽ പേയ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ലേബൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, ചാർജ് കാർഡ്, അങ്ങനത്തെ കാർഡ് യൂസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ്സ്. ഈ ലാസ്റ്റ് കാറ്റഗറിയാണ് ഓൺലൈൻ ഇ-കൊമേഴ്സ് പേയ്മെൻറ്റ്. ടോക്കൺ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, അതിൽ ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ ടോക്കൺ ബേസ്ഡ് സിസ്റ്റത്തിൽ വരുന്നത് ചെക്ക്, ക്യാഷ്, സ്മാർട്ട് കാർഡോ ഡെബിറ്റ് കാർഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഈ ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ എൻക്രിപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ്, തേർഡ് പാർട്ടി ഓതറൈസ്ഡ് നമ്പേഴ്സൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് e-payment system. Electronic token is a digital analog of various forms of e-payment backed by a bank or financial institution. It is a unit of digital currency that is a standard electronic format. ഇത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ അനലോഗ് ഫോമിലുള്ള യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ കറൻസി. അതിന് പറഞ്ഞ പേരാണ് ഈ ടോക്കൻസ് എന്ന്. ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടായിരിക്കും. ഈ ടോക്കൻസ് മേജറായിട്ട് 3 ടൈപ്പാണുള്ളത്. ഒന്ന് ക്യാഷ് ഓർ റിയൽ ടൈം. ട്രാൻസാക്ഷൻ ആർ സെറ്റിൽഡ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഇലക്ട്രോണിക് കറൻസി. ഇത് ഇലക്ട്രോണിക് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് റിയൽ ടൈമിൽ ട്രാൻസാക്ഷൻ ഓർ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും സാധനമൊക്കെ പർച്ചേസ് ചെയ്യുക, ഓൺലൈനായിട്ട് ഇത് സാധനമൊക്കെ പർച്ചേസ് ചെയ്യാം. അതിനൊക്കെ പറഞ്ഞ പേരാണ് ക്യാഷ് റിയൽ ടൈം. നെക്സ്റ്റ് ഡെബിറ്റ് ഓർ പ്രീപെയ്ഡ്. യൂസർ പേ ഇൻ അഡ്വാൻസ് ഫോർ ദി പ്രിവിലേജ് ഓഫ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ. എന്തെങ്കിലും ഇൻഫോർമേഷനൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീപെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് പേയ്മെൻറ്റ് നടത്താം. നെക്സ്റ്റ് ക്രെഡിറ്റ് ഓർ പോസ്റ്റ് പെയ്ഡ്. The serve authenticates the customer and verify with the bank that funds are adequate before purchase. പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ബിഫോറായിട്ട് ബാങ്കുമായി കോൺടാക്ട് ചെയ്ത് പേയ്മെൻറ്റ് നടത്താൻ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഇതിൻ്റെ പേരാണ് ക്രെഡിറ്റ് ഓർ പോസ്റ്റ് പെയ്ഡ്. Steps involved in e-payment. First one, customer places an order with merchant by selecting an item. ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കസ്റ്റമേഴ്സ് മർച്ചൻറ്റുമായിട്ടൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു. സെക്കൻഡ്, the merchant confirm the order and supplies the goods to the customer and send an invoice, merchant certificate and merchant bank certificate to the customer. മർച്ചൻ്റ് ഓർഡർ കൺഫേം ചെയ്ത് കസ്റ്റമേഴ്സിന് ഗുഡ്സും ഇൻവോയ്സും മർച്ചൻ്റ് സർട്ടിഫിക്കറ്റും മർച്ചൻ്റ് ബാങ്ക് സർട്ടിഫിക്കറ്റും സെൻഡ് ചെയ്യുന്നു. തേർഡ്, ദ കസ്റ്റമർ അപ്രൂവ് ദിസ് ഇൻഫോർമേഷൻ. കസ്റ്റമേഴ്സ് ഈ ഇൻഫോർമേഷൻ അപ്രൂവ് ചെയ്യുന്നു. ഫോർത്ത്, ദ മർച്ചൻ്റ് ദെൻ ജനറേറ്റ് ആൻ ഓതറൈസേഷൻ റിക്വസ്റ്റ് ഫോർ ക്രെഡിറ്റ് കാർഡ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ മർച്ചൻ്റ് ബാങ്ക്. മർച്ചൻ്റ് കസ്റ്റമേഴ്സ് ബാങ്കിൽ നിന്ന് തെറ്റി
Debit card. Debit cards are issued by bank to their customers who have maintained an account in the bank with sufficient credit balance. ഡെബിറ്റ് കാർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയായ ക്രെഡിറ്റ് ബാലൻസോടെ ബാങ്കിൽ അക്കൗണ്ട് നിലനിർത്തിയിട്ടുള്ള കസ്റ്റമേഴ്സിന് ബാങ്ക് നൽകുന്ന ഒരു തരം കാർഡിനെയാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. Each time the customers make a purchase, an amount equal to the purchase in his debited in his account. കസ്റ്റമേഴ്സ് ഓരോ തവണയും പർച്ചേസ് ചെയ്യുമ്പോൾ വാങ്ങുന്നതിന് തുല്യമായ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ അഥവാ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. When using debit cards, customers are borrowing money from the bank. The transaction work much like a credit card transaction. കസ്റ്റമേഴ്സ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് പണം കടം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ലൈക്ക് എ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ. ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനും ഏകദേശം ഒരുപോലെയാണ് ചെയ്യുന്നത്. This debit card is a kind of payment card that transfer fund directly from the customer's bank account to the seller's account. കസ്റ്റമേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സെല്ലേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഫണ്ട് കൈമാറുന്ന ഒരു തരം പേയ്മെൻറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഡെബിറ്റ് കാർഡ് ആർ ഈസിയർ, മോർ കൺവീനിയൻറ്റ്, ലെസ് കമ്പേഴ്സം, ലെസ് ബർഡൻസ്. ഡെബിറ്റ് കാർഡ് പറഞ്ഞെങ്കിൽ വളരെ എളുപ്പമുള്ളതും വളരെ സൗകര്യപ്രദവും വളരെ ഭാരം കുറഞ്ഞതുമായ ഒരു കാർഡാണ്. Next topic, e-money or e-cash. E-money or e-cash is an e-payment system. It is an electronic medium for making payments and is the trend today. It is the creation of electronic buyers and sellers trade for goods and services. It consists of a token which may be authenticated independently of the issuer. E-cash includes debit card, credit card, smart cards, EFT, ACH, etc. ഇ-മണി ഓർ ഇ-ക്യാഷ് എന്ന് പറയുന്നത് ഒരു ഇ പേയ്മെൻറ്റ് സംവിധാനമാണ്. പേയ്മെൻറ്റുകൾ നടത്താനുള്ള ഇന്നത്തെ ഇലക്ട്രോണിക് മാധ്യമമാണിത്. ഇലക്ട്രോണിക് പണത്തിൻ്റെയോ ടോക്കണുകളുടെയോ സൃഷ്ടിയാണ് ഇ-മണി അല്ലെങ്കിൽ ഇ-ക്യാഷ് എന്ന് പറയുന്നത്. സാധാരണയായി ഒരു ബാങ്ക് ഇത് വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും ചരക്കുകളും സേവനങ്ങളും വ്യാപാരം ചെയ്യുന്നു. ഇ-ക്യാഷിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡുകൾ, EFT, ACH എന്നിവ ഉൾപ്പെടുന്നു. E-cash can be used for making or receiving payment between seller. The customer can use a browser to see products offered for sale on the internet. He scans badges and identifies the products available in different shops along with the selling prices. After deciding the product to be bought, customer sends request to his bank server for sending electronic cash from his account to his own computer system. To send request for e-cash, a customer should have a bank account and sufficient account balance. After verification, the bank's server computer sends a secure e-cash packet. In effect, the network currency server of the bank is issuing a banknote with a serial number for a specified amount. The bank uses its private key to digitally sign such a banknote. Now both the customer and the seller can verify the cash because customer knows the bank's public key. After issuing the cash, the bank debits the customer's account for the same account. Having obtained e-cash from his own computer, the customer sends an order to the seller to supply goods. After receiving the order and e-cash, the seller issues a receipt to the customer and sends e-cash to the seller's account kept in the bank. The seller then takes the required step for delivering goods to customer. The seller's bank then sends e-cash packets to the customer's bank. The customer's bank, after using the customer's public key, verifies and reminds money to the seller's bank. വാങ്ങുന്നയാൾക്കും വിൽക്കുന്നയാൾക്കും ഇടയിൽ പേയ്മെൻറ്റുകൾ നടത്തുന്നതിനോ സ്വീകരിക്കുന്നതിനോ ഇ-ക്യാഷ് ഉപയോഗിക്കാം. ഇൻ്റർനെറ്റിൽ വിൽപ്പനയ്ക്കായി വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കാണുന്നതിന് ഉപഭോക്താവിന് ബ്രൗസർ ഉപയോഗിക്കാൻ കഴിയും. അത് പേജുകൾ സ്കാൻ ചെയ്യുന്നു. കൂടാതെ വിൽപ്പന വിലയ്ക്കൊപ്പം വിവിധ ഷോപ്പുകളിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നു. വാങ്ങേണ്ട ഉൽപ്പന്നങ്ങൾ തീരുമാനിച്ച ശേഷം ഉപഭോക്താവ് തൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇലക്ട്രോണിക് ക്യാഷ് സ്വന്തം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അയക്കുന്നതിന് ബാങ്ക് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. ഈ പണത്തിനായി റിക്വസ്റ്റ് അയക്കാൻ ഉപഭോക്താവിന് ഒരു ബാങ്ക് അക്കൗണ്ടും അക്കൗണ്ടിൽ ബാലൻസും ഉണ്ടായിരിക്കണം. പരിശോധനയ്ക്ക് ശേഷം ബാങ്കിൻ്റെ സെർവർ കമ്പ്യൂട്ടർ ഒരു സുരക്ഷിത ഇ-ക്യാഷ് പാക്കറ്റ് അയക്കുന്നു. തുടർന്ന് ബാങ്കിൻ്റെ നെറ്റ്വർക്ക് കറൻസി സെർവർ ഒരു നിശ്ചിത തുകയ്ക്ക് ഒരു സീരിയൽ നമ്പറുള്ള ഒരു ബാങ്ക് കുറിപ്പ് നൽകുന്നു. അത്തരം ഒരു ബാങ്ക് നോട്ടിൽ ഡിജിറ്റൽ ഒപ്പിടാൻ ബാങ്ക് പ്രൈവറ്റ് കീ ഉപയോഗിക്കാം. പിന്നെ വിൽപ്പനക്കാരനും ഉപഭോക്താവിനും പണം സ്വീകരിക്കാൻ കഴിയുന്നു. കാരണം ഉപഭോക്താവിന് ബാങ്കിൻ്റെ പബ്ലിക് കീ അറിയാം.
പണം നൽകിയ ശേഷം ബാങ്ക് അതേ അക്കൗണ്ടിനായി കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്ന് ഇ കാർഡ് വാങ്ങിയ കസ്റ്റമറിന് സാധനങ്ങൾ വിതരണം ചെയ്യാൻ വിൽപ്പനക്കാരന് ഒരു ഓർഡർ അയക്കുന്നു. ഓർഡറും ഇ ക്യാഷും ലഭിച്ച ശേഷം വിൽപ്പനക്കാരൻ ഉപഭോക്താവിന് ഒരു രസീത് നൽകുകയും ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന വിൽപ്പനക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ഇ കാർഡ് അയക്കുകയും ചെയ്യുന്നു. വിൽപ്പനക്കാരൻ ഉപഭോക്താവിന് സാധനങ്ങൾ എത്തിക്കുന്നത് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നു. വിൽപ്പനക്കാരൻ്റെ ബാങ്ക് ഉപഭോക്താവിൻ്റെ ബാങ്കിലേക്ക് ഇ ക്യാഷ് പാക്കറ്റ് അയക്കുന്നു. ഉപഭോക്താവിൻ്റെ പബ്ലിക് കീ ഉപയോഗിച്ച ശേഷം ഉപഭോക്താവിൻ്റെ ബാങ്ക് പരിശോധിച്ച് വിൽപ്പനക്കാരൻ്റെ ബാങ്കിലേക്ക് പണം അയക്കുന്നു. Next topic, properties of fee payment system. There are two distinct sets of properties to consider in a money transfer. They are ACID, automaticity, consistency, isolation, durability, test, and the ICES, interpretability, conservation, economy, scalability. മണി ട്രാൻസ്ഫറിന് 2 സെറ്റ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്നാമത്തെ ACID, രണ്ടാമത്തെ ICES. ഇതിൽ ACID ഉൾപ്പെടുന്നവ ഓട്ടോമസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊല്യൂഷൻ, ഡ്യൂറബിലിറ്റി. ICESൽ ഉൾപ്പെടുന്നവ ഇൻ്റർപ്രറ്റബിലിറ്റി, കൺസർവേഷൻ, എക്കണോമി, സ്കാലബിലിറ്റി. ഫസ്റ്റ് ഓട്ടോമസിറ്റി. ദിസ് ടെസ്റ്റ് സൈസ് ദാറ്റ് എ ട്രാൻസാക്ഷൻ മസ്റ്റ് ഒക്യൂർ കംപ്ലീറ്റ് ഓർ നോട്ട് അറ്റ് ഓൾ. ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ വേണ്ടാന്ന് വെക്കണം. അതാണ് ഫസ്റ്റിൽ പറയുന്നത്. അല്ലാതെ ഒരു ട്രാൻസാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പകുതി വെച്ച് നിർത്താൻ പാടില്ല. ഒന്നല്ലെങ്കിൽ അത് മുഴുവനാക്കണം, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ വേണ്ടാന്ന് വെക്കണം, ഒഴിവാക്കണം. രണ്ടാമത്തെ കൺസിസ്റ്റൻസി. ഓൾ പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസാക്ഷൻ പ്രോസസ് മസ്റ്റ് എഗ്രി ടു ദ എക്സ്ചേഞ്ച്. ട്രാൻസാക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന എല്ലാ പാർട്ടീസും എക്സ്ചേഞ്ച് ചെയ്യാൻ തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ എഗ്രി ചെയ്യണം. മൂന്നാമത്തെ ഐസൊല്യൂഷൻ. ഈച്ച് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ട്രാൻസാക്ഷൻ ആൻഡ് ബി ട്രീറ്റഡ് ആസ് എ സ്റ്റാൻഡ് അലോൺ എപ്പിസോഡ്. ഈ ഒരു ഇതിൽ ഉൾപ്പെടുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ അവ ഓരോന്നിനും ഓരോ എപ്പിസോഡുകളായിട്ട് പരിഗണിക്കുകയും വേണം. ലാസ്റ്റ് വൺ, ഡ്യൂറബിലിറ്റി. It must always be possible to recover the last consistent state or reverse the fact of exchange. This means reversing charges in the event the customer changing his or her mind. അവസാന സ്ഥിരമായ അവസ്ഥ വീണ്ടെടുക്കുന്നതിനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളുടെ വസ്തുത റിക്കവർ ചെയ്യാൻ ഇത് എപ്പോഴും പോസിബിൾ ആയിരിക്കണം. അതുപോലെ കസ്റ്റമറുടെ മൈൻഡ് മാറുമ്പോൾ ഈ ഒരു ഇവൻറ്റിൻ്റെ ചാർജ് മാറ്റാൻ വേണ്ടിയിട്ടും ഡ്യൂറബിലിറ്റിക്ക് കഴിയണം. നെക്സ്റ്റ് ICESൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, ഇൻ്റർപ്രറ്റബിലിറ്റി. ദിസ് റിഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് ഇ പേയ്മെൻറ്റ്. ഇ പേയ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിലെ മുന്നിലേക്കും പിന്നിലേക്കും മൂവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇൻ്റർപ്രറ്റബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ, കൺസർവേഷൻ. ദിസ് മീൻസ് ഹൗ വെൽ മണി ഹോൾഡ് ഇസ് വാല്യൂ ഓവർ ടൈം, ടെമ്പറൽ കൺസിസ്റ്റൻസി. ആൻഡ് ഹൗ ഈസി മണി ഈസ് ടു സ്റ്റോർ ആൻഡ് ആക്സസ്, ടെമ്പറൽ ഡ്യൂറബിലിറ്റി. ഇതിൽ 2 ടെമ്പറൽ കൺസിസ്റ്റൻസിയും ടെമ്പറൽ ഡ്യൂറബിലിറ്റിയാണ് പറയുന്നത്. ടെമ്പറൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഓരോ ടൈമിലും മണി എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ടെമ്പറൽ കൺസിസ്റ്റൻസി. ടെമ്പറൽ ഡ്യൂറബിലിറ്റി, മണി എത്രത്തോളം സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കാനും ഈസി ആണെന്ന് പറയുന്നതാണ് ടെമ്പറൽ ഡ്യൂറബിലിറ്റി. നെക്സ്റ്റ്, എക്കണോമി. This means the transaction should be inexpensive and affordable. ട്രാൻസാക്ഷൻ എപ്പോഴും അധികം എക്സ്പെൻസീവ് ആവരുത്, അതുപോലെ എല്ലാവർക്കും താങ്ങാൻ കഴിയുന്നതും. അങ്ങനെ ഇപ്പം സാധാരണ എല്ലാവർക്കും താങ്ങാൻ കഴിയുന്നതായിരിക്കണം. നെക്സ്റ്റ്, സ്കാലബിലിറ്റി. ഈസ് ദ എബിലിറ്റി ഓഫ് ദ സിസ്റ്റം ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് അറ്റ് ദ സെയിം ടൈം. ട്രാൻസ്ഫർ സിസ്റ്റത്തിൻ്റെ ഓരോ മൾട്ടിപ്പിൾ യൂസേഴ്സിനെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ എബിലിറ്റിയാണ് സ്കാലബിലിറ്റി എന്ന് പറയുന്നത്.